Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീറ്റ ബ്രീഡിങ്ങിൻ്റെ വീഡിയോയാണ്. ഞാനിവിടെ 4 പെയറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 4 പേരിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടീഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. കണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് കാണിക്കുന്ന വീഡിയോ. കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇതേ സെറ്റപ്പിൽ വേണം നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ വയ്ക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും, ഒരു മെയിലിനെയും ഫീമെയിലിനെയും വെച്ച് അതൊരു ബോക്സായി തിരിച്ചിരിക്കുകയാണ്. കാരണം മറ്റു മീനുകൾ ഇവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇവിടെ കാണാം, ഇത് മെയിൽ ഫിഷാണ്. ഇത് മെയിലും അതിന് താഴെ സൈഡിൽ ചേർന്നതിന് അവർക്ക് നമ്മൾ പരസ്പരം കാണാവുന്ന രീതിയിൽ ഫീമെയിലിനെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മറ കൊടുത്തതിന് ശേഷം അടുത്ത പേരിനെ സെയിം രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് മെയില്, അതിൻ്റെ ഫീമെയില്. അങ്ങനെയാണ് ഞാനിവിടെ 4 പേരിനെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പരസ്പരം അവർ കണ്ടുമുട്ടുകയും അതുപോലെ തന്നെ നമ്മൾ വേഗം എഗ്ഗിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയും ചെയ്യും. പരസ്പരം കണ്ട് പരിചയപ്പെട്ടിരിക്കും. അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ഇഞ്ച് ഹൈറ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ്. 4 പേരിന് വേണ്ടിയിട്ട് 4 ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ വെച്ചാണോ ഫിഷസിനെ കണ്ടീഷൻ ചെയ്യുന്നത് അതേ ഏരിയയിൽ തന്നെ വെച്ച് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനുള്ള സെറ്റപ്പോടെ നോക്കുക. കാരണം ആ ഒരു ക്ലൈമറ്റുമായിട്ട് അവർ കണ്ടീഷൻ്റെ സമയത്ത് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ എഗ്ഗിങ്ങിനും മറ്റും താമസം വരും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സെയിം പ്ലേസിൽ വെച്ച് തന്നെ ബ്രീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 4 ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി വെള്ളം നിറയ്ക്കണം. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കിണറ്റിലെ വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലോറിനുള്ള വെള്ളം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് അങ്ങനെ ക്ലോറിനുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ 2-3 ദിവസം പിടിച്ചു വെച്ചതിന് ശേഷം ക്ലോറിനൊക്കെ അടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഴയ അക്വേറിയത്തിലെ വെള്ളമാണ്. ഞാനിവിടെ കുറച്ച് ഗപ്പികൾ ഇട്ടിരിക്കുന്നതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്, ആൽഗെ വാട്ടറിന് വേണ്ടിയിട്ട്. ഇതിന് ആവശ്യത്തിന് നമുക്ക് പഴയ ഇൻഫുസൂറിയ പോലുള്ള സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 ബൗളിലും ഇതുപോലെ ആവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ ഫിഷിൻ്റെ ചിറകുകളൊക്കെ മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് മാക്സിമം വെള്ളം നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ലീഫിൻ്റെ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയ ആൽമണ്ട് ലീഫിൻ്റെ ഇല ഇതുപോലെ പീസാക്കിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണം. എല്ലാത്തിലും അതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പീസാക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടാനൊക്കെ വേഗം നമ്മൾ ഈ 2 ദിവസം കൊണ്ട് വേഗം എൻ്റെ അകത്തേക്ക് കളറൊക്കെ പിടിച്ച് ടാനൊക്കെ എൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ആൽമണ്ട് ലീഫ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇലയുടെ തണ്ടില്ലേ ഈ ഭാഗം, ഇങ്ങനത്തെ ഈ തണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് വെള്ളത്തേക്ക് ഇടുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം വേഗം ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കളഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ വാഴയിലയാണ്. വാഴയില നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തൈ വാഴയില, അതായത് ചെറിയ വാഴയുടെ ഉണങ്ങിയ ഇല ഉണ്ടെങ്കിൽ അത് പറിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് കൂടുതൽ ഇൻഫുസൂറിയ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഉണങ്ങിയ വാഴയില നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഇല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുക. വാഴയില നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വാഴയില അതിൻ്റെ അകത്ത് കിടന്ന് അഴുകി നല്ലോണം ഇൻഫ്യൂസോറിയ ഉണ്ടാവും. അത് നമ്മുടെ ബീറ്റ ഫ്രൈസിന് നല്ല ഫുഡാവും. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം വാഴയില നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ
കുറച്ച് ഉണങ്ങിയ വൈക്കോല് നന്നായി കഴുകി ഇട്ട് കൊടുത്താൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് കൊതുക് വന്ന് ഇതിൽ മുട്ടയിടാതിരിക്കാനായിട്ട് ഒരു നെറ്റ് വെച്ച് നമ്മൾ അടച്ചു വെക്കണം. ഇതുപോലെ ഒരു നെറ്റ് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചേക്കുക. കാരണം നമ്മൾ ഇതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷിനെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കൊതുകിൻ്റെ നെറ്റ് വെച്ച് ഇത് അടച്ചു വയ്ക്കുക. അല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിടാനും മറ്റു പ്രാണികൾ വന്ന് കയറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക. ഇന്നപ്പോൾ നമ്മുടെ 5ാമത്തെ ദിവസമാണ്. ആൽമണ്ട് ലീഫിൻ്റെ ടാണൊക്കെ ഇറങ്ങി നമ്മുടെ വെള്ളം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വാട്ടർ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ച് ഒക്കെ നടത്തി നമ്മൾ ഫിഷസിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൽ ഫിഷിനെ ആദ്യം ഈ ബൗളിലേക്ക് ഇടാം. 5ാമത്തെ ദിവസം വൈകുന്നേരമാണ് ഞാനിതിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെയിൽ ഫിഷിനെ നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. നമ്മൾ ഫീമെയിൽ ഫിഷിനെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ മെയിൽ ഫിഷിനെ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഫീമെയിൽ ഫിഷിനെ എടുത്തുള്ളൂ. കാരണം മെയിൽ ഫിഷ് അതിൽ കിടന്ന് അവിടുത്തെ ആ ബൗളിൽ ഒരു ആധിപത്യമൊക്കെ സ്ഥാപിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഫീമെയിൽ ഫിഷിനെ ഇടുള്ളൂ. അല്ലെങ്കിൽ ചില ഫീമെയിൽ ഫിഷ് ഫൈറ്റ് ചെയ്ത് മെയിൽ ഫിഷിനെ കൊന്നു കളയാറൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫീമെയിൽ ഫിഷ് ഇന്ന് ഇവിടെ തന്നെ ബൗളിൽ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് നാളെ ഫീമെയിൽ ഫിഷിനെ നമുക്ക് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫീമെയിൽ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഞാൻ 2 രീതിയിലാണ് വെക്കുന്നത്. ഒന്ന് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത്. അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ബൗളിലെ വെള്ളവും നമ്മളിപ്പോൾ വെക്കുന്ന ഈ പാത്രത്തിലെ വെള്ളവും രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 സൈഡും കട്ട് ചെയ്ത ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അതായത് 2 സൈഡും നമുക്ക് ഹോളായിട്ടുള്ള ടൈപ്പ്. അത് നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റേ ബൗൾ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് റിലീസ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ ബൗൾ എടുത്തതിന് ശേഷം അതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ 2 സൈഡും കട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് റിലീസ് ചെയ്യുന്ന നേരത്തെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഫിഷ് അതിലേക്ക് റിലീസ് ആവുകയും അതുപോലെ നമ്മുടെ ബബിൾസിന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ ഫീമെയിൽ ഫിഷിനെയും ഇതിലേക്ക് ഇടാം. ഫീമെയിൽ ഫിഷിനെ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടുമ്പോൾ ആദ്യം വെച്ചിരുന്ന പെയർ അനുസരിച്ച് തന്നെ ഇടണം. പെയർ മാറിപ്പോകരുത്. ഇതുപോലെ നമ്മൾ എല്ലാ ഫീമെയിൽ ഫിഷിനെയും ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഫീഡ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം വേഗം ചീത്തയാവും. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇടുക. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഫീമെയിൽ ഫിഷിൻ്റെ അടുത്തേക്ക് മെയിൽ ഫിഷ് വന്നിട്ട് നന്നായിട്ട് ചിറകൊക്കെ കൊടുത്തി നല്ല രീതിയിൽ ഫ്ലെയർ ചെയ്തുകൊണ്ട് ഫീമെയിലിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. ഫീമെയിലിൻ്റെ അടുത്ത് വന്ന് അവരൊന്ന് ഇണചേരുന്ന രീതിയിൽ അവർ അതിൽ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഫീമെയിലിന് ചുറ്റും. അപ്പോൾ ഇവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്കിനി ഇതൊരു മോസ്കിറ്റോ നെറ്റ് വെച്ച് ഇവരെ അടച്ചു വെക്കാം. ഇനി നമ്മൾ വൈകുന്നേരമാണ് ഇവരെ ഫീഡ് ചെയ്യുന്നുള്ളൂ. ലൈവ് ഫീഡാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ബ്രീഡിംഗ് ടാങ്കിലേക്ക് മറ്റേ പല്ലറ്റ് പോലത്തെ ഫുഡുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി ലൈവ് ഫീഡ് കൊടുത്താണ് ഇവരെ ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈവനിങ്ങിൽ ഫീഡ് ചെയ്തതിന് ശേഷം നാളെ നമുക്ക് നോക്കാം ബബിൾസ് നെറ്റൊക്കെ ആയി വന്നിട്ടുണ്ടോ എന്ന്. ഇന്ന് നമ്മുടെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താത്ത 2 അതിഥികളൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അവരെ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അവരെയും ഇതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബബിൾസ് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ഫിഷസും അങ്ങനെ ഇട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിൽ കുറച്ച് ബദാമിൻ്റെ ഇല നമ്മൾ പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഇതുപോലെ പൊങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നമ്മൾ എല്ലാത്തിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം അതിൻ്റെ അകത്ത് അവർക്ക് ബബിൾസ് നെറ്റ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ബബിൾസ് നെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലിടുന്നില്ല.
അല്ലാത്തതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ബബിൾസ് നെറ്റ് ഇട്ടോളും. ചിലവരൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് അതുപോലെ തെർമോക്കോളിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ബബിൾസ് നെറ്റ് ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാണാം. പക്ഷേ ഇതിലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇവരെ ഒന്ന് ഫീഡ് ചെയ്യിക്കണം. ഫീഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലൈഫ് ഫീഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ഫീഡാണ് ഞാനിവിടെ എടുക്കുന്നത്. കൂത്താടിയാണ് ഇവിടെ എടുക്കുന്നത്. നമുക്ക് ആദ്യം ഫീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവരെ റിലീസ് ചെയ്യുള്ളൂ. വിശപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഫീഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കപ്പോൾ ഇവരെല്ലാവരെയും ഒന്ന് ഫീഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫീഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഫീഡ് കഴിക്കുന്നുണ്ട് അവർ. ഫീഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അവർ ഫീഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബദാമിൻ്റെ ഇലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിടക്കുന്നുണ്ട്. ബദാമിൻ്റെ ഇലയുടെ കൂടെ കുറച്ച് ഇലയും കൂടി ഇടുന്നുണ്ട്, വാട്ടർ പ്ലാന്റ് ഇടുന്നുണ്ട്. ചെറുതായിട്ട് മതി. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ഹൈഡിങ് പ്ലേസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പീസ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരുടെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫീമെയിലിനെ റിലീസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് ബോട്ടിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ റിലീസ് ആയിക്കോളും. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം ഫീമെയിൽ റിലീസ് ആയത് നമുക്ക് ഇവിടെ കാണാം. അടുത്ത ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ടാവാത്ത ടൈപ്പാണ്. നോർമൽ ഒരു ബോട്ടിലാണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് സൈഡിലേക്ക് ചെരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നേരത്തെ ഞാൻ വീഡിയോയുടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു. അതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസ് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ബബിൾസ് നെറ്റിന് ചെറിയ അനക്കമൊക്കെ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും കട്ടായ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ മുകളിലേക്ക് പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ റിലീസ് ആവുകയും ബബിൾസ് നെറ്റിനൊന്നും അനക്കം തട്ടാതിരിക്കും. നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ വെച്ചിരിക്കുന്ന ചെറിയ ഗ്ലാസിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിൽ കൂടിയാണ് ഇവിടെ ബബിൾസ് നെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും തീർച്ചയായും ബബിൾസ് നെറ്റിന് അനക്കം പറ്റും. സാരമില്ല, അവർ വീണ്ടും ബബിൾസ് നെറ്റ് ഇട്ടോളും. നമുക്ക് എന്തായാലും റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫിഷ് അവിടെ ഉണ്ട്. ഇതിനു വേണ്ടി നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഫിഷിനെയും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഫീഡൊക്കെ കൊടുത്തതുകൊണ്ട് അവർ അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റിലീസ് ചെയ്യുന്നത് ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയായി കാണും. ഇതേ സമയത്ത് ഇതുപോലെ വൈകുന്നേരം നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും. നമുക്ക് ഇനി ഇവരെ മസ്കിറ്റോ നെറ്റ് വെച്ച് വീണ്ടും അടച്ചു വയ്ക്കാം. ഇനി ഇവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവർ ബബിൾസ് നെറ്റൊക്കെ ഇട്ടിട്ട് എഗ്ഗിങ്ങിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരുപാട് ഒച്ചെടുക്കാനോ അതുപോലെ അനക്കങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് മാറി നിൽക്കാം. മോസ്കിറ്റോ നെറ്റൊക്കെ വെച്ച് നമ്മൾ ഇവരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് ഇനി നോക്കുന്നില്ല. ഇനി നമ്മൾ നാളെ രാവിലെ ഇവരെ ഫീഡ് ചെയ്യാനും പോകുന്നില്ല. നാളെ വൈകുന്നേരത്തേക്കാണ് നമ്മൾ ഇവരെ നോക്കത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ഇടയ്ക്ക് നോക്കാം ബബിൾസ് നെറ്റൊക്കെ ആയിട്ടുണ്ടോയെന്ന്. അല്ലാതെ നമ്മൾ നാളെ അവരെ ഫീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നാളെ വൈകുന്നേരമാണ് നമ്മളൊന്ന് അവരെ ലൈവ് ഫീഡ് വെച്ചൊന്ന് ഫീഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ബബിൾസ് നെറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ 1-2 പെയർ ബബിൾസ് നെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു പെയർ ബബിൾസ് നെറ്റിൻ്റെ കൂടെ തന്നെ എഗ്ഗിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ചെറിയ പഞ്ചസാര തരികൾ പോലെ ഈ ബബിൾസിൻ്റെ അത് കാണുന്നത് അതാണ് എഗ്ഗ്. അപ്പോൾ ഈ പെയർ എഗ്ഗിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ബബിൾസ് നെറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അവരിന്ന് വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് എഗ്ഗിങ് കഴിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം.
എന്താണെങ്കിലും ഫീമെയിലിനെ ഞാൻ എഗ്ഗ് കഴിഞ്ഞതിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകുന്നേരം വരെ നിന്നതിന് ശേഷമാണ് ഞാൻ എഗ്ഗിങ് കഴിഞ്ഞതിന് ശേഷം മാറ്റത്തുള്ളൂ. നമുക്കപ്പോൾ ഈവനിങ്ങിൽ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി ഇന്നലെ ഒരു പെയർ മാത്രം നമുക്ക് എഗ്ഗിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് നോക്കാം ബാക്കിയുള്ള പെയർസ് എഗ്ഗിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ പെയറിനെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ പെയർ എഗ്ഗിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പെയറിൽ ബബിൾസ് നെറ്റ് പോലും ഇല്ല. മൂന്നാമത്തെ പെയറും സെയിം. നാലാമത്തെ പെയറിലും എഗ്ഗിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചിൻ്റെയിലും കഴിഞ്ഞിട്ടുണ്ട്. ഈ പെയർ ഓൾറെഡി നമ്മൾ എഗ്ഗിങ് കഴിഞ്ഞതായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ എഗ്ഗിങ് കഴിഞ്ഞതായിരുന്നു. ഇനി നമുക്ക് എൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഗ്ഗിങ് കഴിഞ്ഞതിൻ്റെ അകത്തുള്ള ഫീമെയിലിനെ മാറ്റണം. എഗ്ഗിങ് കഴിഞ്ഞെന്ന് അറിയാനായിട്ട് നമുക്ക് വേറൊരു ഐഡിയ കൂടി ഉണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ ഫീമെയിൽ മാറി നിൽക്കുന്നത്, എഗ്ഗിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അതായത് മെയിൽ ഫിഷ് നമ്മൾ ഫീമെയിൽ ഫിഷിനെ എഗ്ഗിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നത് കാണാം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്കത് ഒരു എഗ്ഗിങ് കഴിഞ്ഞു എന്നുള്ളൊരു സിമ്പിളാണ്. എഗ്ഗ് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് കണ്ടോ, ഈ പേരൊക്കെ മാറിയിരിക്കുന്നു. അതുപോലെ എഗ്ഗിൻ്റെ അടുത്തേക്ക് മെയിൽ ഫിഷ് ഫീമെയിലിനെ അടുപ്പിക്കത്തില്ല. അടുത്തേക്ക് ഫീമെയിൽ ഫിഷ് ചെല്ലുവാണെങ്കിൽ അതിനെ കൊത്തി ഓടിക്കാനൊക്കെ നോക്കും. അതൊക്കെ നമ്മൾ എഗ്ഗിങ് കഴിഞ്ഞതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ നമുക്ക് ഫീമെയിൽ ഫിഷിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫീമെയിലിനെ ഒരു ബോളിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേരിൻ്റെ ഫീമെയിലിനെ പിടിക്കണം. ഫീമെയിലിനെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഫീമെയിലിനെ പിടിക്കുമ്പോൾ നമ്മുടെ ബബിൾസ് നെറ്റിന് എഗ്ഗിനൊന്നും അനക്കം തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിവിടെ ഫീമെയിൽ മാറി കിടക്കുവാണ്. നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഫീമെയിൽ ഒന്ന് ഇതിൻ്റെ അടുത്തേക്ക് എഗ്ഗിൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോഴാണ് നമ്മൾ അതിനെ മാറ്റത്തുള്ളൂ. ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ സെപ്പറേറ്റ് ചെയ്ത ബോട്ടിലേക്ക് നമുക്ക് കുറേശ്ശെ കല്ലുപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പിട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എഗ്ഗിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാത്തിലേക്കും കുറേശ്ശെ കല്ലുപ്പിട്ട് കൊടുക്കാം. എഗ്ഗിങ്ങിന് ശേഷം എഗ്ഗ് ഹാച്ച് ആവാനായിട്ട് നമുക്ക് 24 മണിക്കൂർ തൊട്ട് 36 മണിക്കൂർ വരെ ആവശ്യമുണ്ട്. ഇവിടെ ഈ എഗ്ഗൊക്കെ ഹാച്ചായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. നമുക്ക് ക്യാമറയിൽ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ബബിൾസിൻ്റെ ഉള്ളിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. നേരിട്ട് ക്യാമറയൊക്കെ നോക്കി നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല. എന്താണെങ്കിലും എഗ്ഗ് ഹാച്ചായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അന്നേരം നമുക്ക് ഹാച്ചായത് ശരിക്കും കാണാൻ കഴിയും. ഇതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഹാച്ചായി 2 3 കുഞ്ഞുങ്ങൾ ഇതിൽ ഓടി എടുക്കുന്നത് കാണാൻ കഴിയും. ഫ്രീസിം ആയിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. എന്നാലും അവർ ബബിൾസ് നെറ്റിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഇവർക്ക് നമ്മൾ ഇപ്പോൾ ഫീഡിങ് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുള്ളൂ. ബാക്കി 3 ദിവസം ഇവർക്ക് ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യം ഇട്ടിരുന്ന വാഴയുടെ ഇലയിൽ നിന്നും അതുപോലെ ബാക്കി നമ്മുടെ ഇലകളിൽ നിന്നൊക്കെ ഇൻഫ്യൂസോറിയൊക്കെ ഫോം ചെയ്തതുണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഹാച്ചിങ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കഴിയും. ബബിൾസ് നെറ്റിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഈ കാണുന്നതെല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിന് ഫ്രീസിങ് ആവാനായിട്ട് 4 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ടീമിയ പോലുള്ള ചെറിയ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുത്തു തുടങ്ങുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4ാം ദിവസം ഫ്രീസിങ് ആയതിനു ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഹാച്ചിങ് ഒക്കെ കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ബേബീസൊക്കെ നമുക്കിവിടെ കാണാം. ബബിൾസ് നെറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഫ്രീസിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മെയിൽ ഫിഷിനെ നമ്മളിപ്പോൾ മാറ്റത്തില്ല. മെയിൽ ഫിഷിനെ നമ്മൾ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മാറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് കൊടുക്കുന്ന ഫീഡിൻ്റെ ഓവർ ഫീഡ് ആവുകയാണെങ്കിൽ അതൊക്കെ മെയിൽ ഫിഷ് കഴിച്ച് ബാലൻസ് ചെയ്തോളും. ഈ കാണുന്നതെല്ലാം നമ്മുടെ ബീറ്റ ഫ്രൈസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.